സെമി ഫൈനൽ നമ്മൾ ആദ്യം സെമി ഫൈനലിലോട്ട് തുടങ്ങാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടാണ് പോയത്. വൈകുന്നേരം ആയപ്പോഴേക്കും അപ്പം കളി ഇന്ത്യ ജയിച്ചിരിക്കുക. സെമി ഫൈനൽ അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഹെഡിന്റെ വിക്കറ്റ് എടുക്കുവാണെങ്കിൽ പക്ഷെ തുടക്കം തന്നെ ട്രാവിസ് ഹെഡ് അറ്റാക്ക് ചെയ്താണ് കളിച്ചത്. അത് അന്ന് തന്നെ രോഹിത് ശർമ്മ വരുൺ ചക്രവർത്തിയാണെന്ന് തോന്നുന്നല്ലേ വിക്കറ്റ് എടുത്തത്. വരുൺ ചക്രവർത്തി ഹെഡിന്റെ വിക്കറ്റ് കൊണ്ടുവന്നപ്പോഴും തന്നെ ഹെഡിന്റെ വിക്കറ്റ് കിട്ടി. അയ്യോ, അത് ഞങ്ങളെ എല്ലാരും പേടിച്ചിരുന്നു. ഹെഡ് വീണ്ടും നീല കണ്ട ഭ്രാന്താവും എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റീവ് സ്മിത്ത് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിലാണെങ്കിൽ അദ്ദേഹം അത്യാവശ്യം പൊരുതി 75 റണ്ണാണ് അദ്ദേഹം നല്ലൊരു ഇന്നിങ്സ്, ക്യാപ്റ്റന്റെ ഒരു ഇന്നിങ്സ് ആണ് അദ്ദേഹം നടത്തിയത്. പക്ഷെ വേറെ ആളും ഓസ്ട്രേലിയയുടെ വേറെ കളിക്കാരും സപ്പോർട്ട് ചെയ്തില്ല. ജോഷ് ഇംഗ്ലസ് പോലും സപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെ ആരും മാച്ചിൽ തന്നെ ആദ്യത്തെ ഒരു 6 അടിച്ച് പെട്ടെന്ന് തന്നെ ഔട്ടായി. സ്പിന്നർമാർ തന്നെയാണ് കൂടുതലും വിക്കറ്റ് എടുത്തത്. ജഡേജ, അക്ഷർ പട്ടേൽ ആണെങ്കിൽ വരുൺ ചക്രവർത്തി അത്യാവശ്യം ഇന്ത്യയുടെ സ്പിന്നർമാർ നന്നായിട്ട് നിന്നുകൊണ്ട് നമ്മളെ തുടക്കം ഈ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യ കയറുമോ ഇല്ലയെന്ന്. അതാണ്, ബുംറ ഇല്ലാതെ തന്നെ നമ്മള് കയറി. അത് ഓസ്ട്രേലിയ പോലൊരു ടീമിനെ തോപ്പിച്ചുകൊണ്ട്